എന്നും എപ്പോഴും ഭാരതത്തിനൊപ്പം നിന്ന സൗദി ഭരണാധികാരിക്ക് ഇത് എന്തുപറ്റി? വിളിച്ചുവരുത്തി അസിം മുനീറിനെ ആദരിച്ച് സൗദി അറേബ്യൻ ഭരണകൂടം. ആ ആദരം വെറുമൊരു പുരസ്കാരമല്ല, സൗദി അറേബ്യയുടെ പരമോന്നത ദേശീയ ബഹുമതിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോകരാഷ്ട്രങ്ങൾ പരമോന്നത ബഹുമതികൾ സമ്മാനിക്കുമ്പോൾ ഇന്ത്യയുമായുള്ള ഈ രാഷ്ട്രങ്ങളുടെ ബന്ധം മെച്ചപ്പെടുകയും പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഒന്നുകൂടി കരുത്താർജിക്കുകയും ചെയ്യുകയാണ്. പാകിസ്ഥാൻ പോലെയുള്ള ഒരു ഭീകരവാദ രാഷ്ട്രത്തിലെ സർവ്വസൈന്യാധിപന് ഇത്തരത്തിലൊരു ബഹുമതി സൗദി അറേബ്യയെ പോലുള്ള ഒരു രാജ്യം നൽകുമ്പോൾ സൗദി ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഭീകരവാദത്തിനൊപ്പം നിൽക്കുന്നു എന്നാണോ? സൗദിയുടെ ഇരട്ടമുഖം പുറത്തുനിന്ന് ലോക സമൂഹം വിലയിരുത്തുന്നു. യോഗാ പഠനം, ഭാരത സംസ്കാരം ഇതൊക്കെ ചേർത്ത് പിടിച്ച സൗദി ഭരണകൂടം ഇനി പാകിസ്ഥാനൊപ്പമോ? ഇതറിയാൻ ലോകം ഉറ്റുനോക്കുകയാണ്. പാക് സൈനിക മേധാവിയായിരുന്ന ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായി അംഗീകരിച്ച് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ CDF ആണ് അസിം മുനീർ. 5 വർഷത്തേക്കാണ് നിയമനം. 3 സൈനിക വിഭാഗങ്ങളുടെയും സംയുക്ത മേധാവി എന്നതിന് പുറമെ ആണവായുധങ്ങളുടെ അവസാന വാക്കായ സ്ട്രാറ്റജിക് കമാൻഡും അസിം മുനീറിന്റെ കൈപ്പിടിയിലാണ്. ഫീൽഡ് മാർഷൽ എന്ന നിലയിൽ ജീവിതകാലം അത്രയും യൂണിഫോമിൽ തുടരും. യാതൊരുവിധ നിയമ നടപടികളിലും പ്രോസിക്യൂട്ട് ചെയ്യാനും കഴിയില്ല. നിലവിൽ പാകിസ്ഥാന് സൈനിക മേധാവിയില്ല. മാത്രവുമല്ല, പുതിയ പരിഷ്കാരം അനുസരിച്ച് ആണവായുധത്തിന് മേൽ അധികാരമുള്ള സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് എന്ന പദവിയും ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഇതിനെല്ലാം മുകളിലായാണ് അസിം മുനീർ അവരോധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസിം മുനീർ അപകടകാരിയായ ശത്രുവാണ്. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതിനെ പ്രതിഫലിപ്പിക്കുന്നത് തന്നെയാണ് മുനീറിന് ഇപ്പോൾ സൗദി അറേബ്യ നൽകിയിരിക്കുന്ന അവാർഡ്. നേരത്തെ പരസ്പരം സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു കരാർ ഇവർ 2 രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സംഘർഷം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് അവരുടെ പേരിൽ പോരാടാൻ കഴിയുന്ന തരത്തിൽ പാകിസ്ഥാൻ സൈന്യവുമായി അടുത്ത ബന്ധം വളർത്തിയെടുക്കാനുള്ള സൗദി അറേബ്യയുടെ ശ്രമമായിരുന്നു ആ കരാർ. അതേസമയം സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രിയായ ഖാലിദ് രാജകുമാരൻ തന്റെയും അസിം മുനീറിന്റെ ഫോട്ടോകൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടിട്ടുണ്ട്. പരസ്പര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിലും പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും അദ്ദേഹം നടത്തിയ മികച്ച ശ്രമങ്ങൾക്ക് ഞാൻ അസിം മുനീറിന് കിങ് അബ്ദുൽ അസീസ് മെഡൽ ഓഫ് എക്സലന്റ് ക്ലാസ് നൽകി ആദരിച്ചു. ഞങ്ങളുടെ കൂടിക്കാഴ്ചയിൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളെക്കുറിച്ചും പരസ്പര താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ചും ഞാൻ അദ്ദേഹവുമായി ചർച്ച ചെയ്തു. ഖാലിദ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയാണ്: സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാനുമായി പ്രാദേശിക സുരക്ഷാ സാഹചര്യം, പ്രതിരോധ സൈനിക സഹകരണം, തന്ത്രപരമായ സഹകരണം, ഉയർന്നുവരുന്ന ഭൗമ രാഷ്ട്രീയ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് അസിം മുനീർ ചർച്ച ചെയ്തതായി പാകിസ്ഥാൻ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത 2 പക്ഷത്തിനും വ്യക്തമായി അറിയാം. എന്നാൽ അതിനു പുറമെ സൗദി അറേബ്യയുടെ പരമോന്നത ബഹുമതി ലഭിച്ചതിൽ അസിം മുനീർ അഭിമാനവും പ്രകടിപ്പിച്ചു. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള നിലനിൽക്കുന്ന ബന്ധത്തിന്റെ പ്രതീകമായാണ് അവാർഡിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ വർഷം സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും ഒരു സുപ്രധാനമായ കരാറിൽ എത്തിയിരുന്നു. നാറ്റോ ശൈലിയിലുള്ള പ്രതിരോധ ഉടമ്പടി, ഒരു രാജ്യത്തിന് നേരെയുള്ള ഒരു ബാഹ്യ ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായിട്ടാണ് അംഗീകരിക്കുന്നത്. അതായത് ഒരു രാജ്യം സൗദി അറേബ്യയെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ സൈന്യം അവരുടെ പ്രതിരോധത്തിന് എത്തണം എന്ന കരാർ ആയിരുന്നു അത്. എന്നാൽ സൗദി അറേബ്യ അസിം മുനീറിന് പരമോന്നത ബഹുമതി നൽകിയത് അത് ശരിയായ ഒരു രീതിയല്ല എന്നാണ് വിലയിരുത്തുന്നത്. ഭാവിയിൽ 2 രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ പ്രതിരോധ ഏകോപനം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തിന് മുഴുവൻ അറിയാം പാകിസ്ഥാന്റെ ഭീകരവാദം എത്രത്തോളം ശക്തമാണ് എന്നുള്ളത്. ലോകരാഷ്ട്രങ്ങളൊക്കെ പാകിസ്ഥാനോട് എതിർപ്പും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ആ നിലയ്ക്കാണ് ഇത്തരത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത്, പാകിസ്ഥാൻ സൈനിക മേധാവിയെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പരമോന്നത ബഹുമതി സൗദി അറേബ്യ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാകുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.